ഇന്ന് ലോക റേഡിയോ ദിനം. ശ്രവ്യ ആസ്വാദനത്തിന്റെ പുതിയ പതിപ്പുകൾ ഉണ്ടെങ്കിലും റേഡിയോളം ഗൃഹാതുരമായ മാധ്യമം മറ്റൊന്നുമല്ല. റേഡിയോയിലെ വാർത്തകളും പാട്ടുകളും കേൾക്കുന്ന വലിയ വിഭാഗം ജനങ്ങൾക്ക് ഇന്നും ഇതൊരു ദിനചര്യയാണ്. പല ചിന്തകൾക്കും പല വിപ്ലവങ്ങൾക്കും തിരികൊളുത്തിയ മാധ്യമമാണ് റേഡിയോ. ലോകത്തെ പരസ്പരം ബന്ധിപ്പിച്ചിരുന്ന ഏറ്റവും ചെലവ് കുറഞ്ഞ മാധ്യമമായാണ് കണക്കാക്കുന്നത്. അടിയന്തരാവസ്ഥ കാലത്തും പ്രകൃതി ദുരന്തങ്ങളുണ്ടായ കാലത്തും റേഡിയോ ജനജീവിതവുമായി ഇഴുകിച്ചേർന്നു നിന്നു. യുനെസ്കോയുടെ നിർദ്ദേശപ്രകാരം 2011 ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനമായി പ്രഖ്യാപിച്ചത്. 1946 ഫെബ്രുവരി 13 ഐക്യരാഷ്ട്രസഭയുടെ റേഡിയോ യുണൈറ്റഡ് നേഷൻസ് റേഡിയോ ആദ്യമായി സംപ്രേഷണം തുടങ്ങിയത്. ഇതിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം ലോക റേഡിയോ ദിനമായി തിരഞ്ഞെടുത്തത്. ഇന്ത്യയിൽ ആദ്യമായി റേഡിയോ ശബ്ദം കേട്ടു തുടങ്ങിയത് 1923 അതുവരെ ആർക്കും പരിചിതമല്ലാതിരുന്ന ശ്രവ്യ മാധ്യമത്തിന്റെ പുതിയ അനുഭവം ആളുകളിൽ എത്തിച്ചത് റേഡിയോ ക്ലബ് ഓഫ് ബോംബെ എന്ന കൂട്ടായ്മയാണ്. 1927 ജൂലൈ 23 ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്തു. ഇന്നും വീട്ടകങ്ങളിലെ അടുക്കള തിരക്കുകളിലെ സമയസൂചികയായി വരെ റേഡിയോ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇന്റർനെറ്റും സ്മാർട്ട് ഫോണുകളും സജീവമായ ഈ കാലത്തും റേഡിയോയുടെ പ്രസക്തി കുറയാതെ തന്നെ നിൽക്കുന്നുണ്ട്. പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോഴോ വാർത്താവിനിമയ ബന്ധങ്ങൾ തകരാറിലാകുമ്പോഴോ വിവരങ്ങൾ കൈമാറാൻ ഏറ്റവും വിശ്വസനീയമായ മാർഗമായും റേഡിയോ മാറിയിട്ടുണ്ട്. വ്യത്യസ്ത സംസ്കാരങ്ങളെയും ഭാഷകളെയും ഒരേപോലെ ഉൾക്കൊള്ളാൻ റേഡിയോയ്ക്ക് കഴിയും. ജനാധിപത്യം ശക്തിപ്പെടുന്നതിലും സമാധാനം നിലനിർത്തുന്നതിലും റേഡിയോ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ റേഡിയോ പ്രക്ഷേപണത്തിന് ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ചരിത്രമുണ്ട്. വിനോദത്തിനപ്പുറം രാജ്യത്തെ ഒന്നിപ്പിക്കുന്നതിലും വിവരങ്ങൾ കൈമാറുന്നതിലും റേഡിയോ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ആദ്യഘട്ടത്തിൽ കൊൽക്കത്തയിലും മുംബൈയിലും സ്വകാര്യ പ്രക്ഷേപണ നിലയങ്ങൾ തുടങ്ങി. ശേഷം സർക്കാർ ഏറ്റെടുക്കുകയും ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റ് സർവീസ് എന്ന് പേരിടുകയും ചെയ്തു. 1957 ഓൾ ഇന്ത്യ റേഡിയോ ഔദ്യോഗികമായി ആകാശവാണി എന്ന പേര് സ്വീകരിച്ചത്. പ്രശസ്ത കവി രവീന്ദ്രനാഥ ടാഗോറാണ് പേര് നിർദ്ദേശിച്ചത്. ടെലിവിഷനും സമൂഹ മാധ്യമങ്ങളും കീഴടക്കിയെങ്കിലും ശബ്ദമാധ്യമത്തെ കൈവിടാൻ ഇന്നും ജനങ്ങൾക്ക് മനസ്സ് വന്നിട്ടില്ല. പുതിയ കാലശബ്ദ മാധ്യമത്തിന് തുടക്കം കുറിച്ചത് ക്ലബ് ഹൗസിലൂടെയാണ്. ശബ്ദത്തിലൂടെ വിനോദം എന്ന കാഴ്ചപ്പാടാണ് ഇതിലൂടെ ഉടലെടുത്തത്. ഇന്ത്യയിലെ ആദ്യത്തെ FM പ്രക്ഷേപണം ചെന്നൈയിലാണ് ആരംഭിച്ചത്. 2000 ശേഷമാണ് സ്വകാര്യ റേഡിയോ സ്റ്റേഷനുകൾക്ക് അനുമതി ലഭിച്ചത്. അതോടെ റേഡിയോയുടെ ജനപ്രീതി വീണ്ടും വർദ്ധിച്ചു. ഇന്റർനെറ്റ് റേഡിയോയും പോഡ്കാസ്റ്റുകളും ഇന്ന് റേഡിയോയുടെ പുതിയ മുഖങ്ങളായി മാറി. ഓൺലൈൻ യുഗത്തിലും റേഡിയോ സംസ്കാരം നഷ്ടപ്പെട്ടു പോകില്ല എന്നതിന്റെ തെളിവാണിവയെല്ലാം. രണ്ടാം ലോക മഹായുദ്ധകാലത്തും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്തും രഹസ്യ റേഡിയോ നിലയങ്ങൾ പ്രവർത്തിച്ചിരുന്നുവെന്നത് കൗതുകകരമായ കാര്യം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.